ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്നത്തെ സ്പെഷ്യല് നല്ല അടിപൊളിയായിട്ടുള്ള കോളിഫ്ലവറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. പുറമെ നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു കോളിഫ്ലവർ റെസിപ്പി നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ അത്യാവശ്യം വലുപ്പത്തിലുള്ള കോളിഫ്ലവറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ലീഫെല്ലാം ഒന്ന് എടുത്ത് മാറ്റിക്കളയാം. എന്നിട്ട് നമുക്ക് വലിയ പീസായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഞാൻ ചെറിയ പീസായിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്തിട്ടെടുക്കുന്നത്. വളരെ ചെറിയ പീസല്ല എങ്കിൽ പോലും അത്യാവശ്യത്തിന് വലുപ്പത്തിലുള്ള ഒരു പീസായിട്ട് നമുക്കിത് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇനിയിപ്പോൾ കല്യാണ വീട്ടിലൊക്കെ ഉള്ളതുപോലെ തന്നെ നല്ല സൽക്കാരത്തിനൊക്കെ ഉള്ളതുപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് കണ്ടു നോക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഇത് പീസാക്കിയതിന് ശേഷം നന്നായിട്ട് തിളച്ച വെള്ളത്തിൽ നമുക്ക് ഒരു 5 മിനിറ്റെങ്കിലും ഇട്ടിട്ട് വെക്കണം. എന്നാൽ എന്തെങ്കിലും അതിൽ പുഴുവോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് മുകളിൽ പൊങ്ങിക്കിടിക്കാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കി കളയാം. നല്ലത് മാത്രം എടുത്തിട്ട് വാങ്ങി കഴിക്കാൻ നോക്കുക. ഇപ്പോൾ ഞാനിവിടെ ഒരു 10 മിനിറ്റ് ചുടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുഴപ്പമൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ടുള്ള കോളിഫ്ലവർ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലോട്ട് എന്തെല്ലാം ഇൻഗ്രീഡിയൻസിലാണ് ചേർക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാനൊരു തവി കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലേട്ട് നല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 3/4 ടീസ്പൂൺ മതിയാവും. ഞാൻ 1 ടീസ്പൂണാണ് മുളക് പൊടി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കതിലോട്ട് ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നല്ലൊരു സോഫ്റ്റ് കിട്ടാനായിട്ട് നമുക്ക് അതിലോട്ട് ഒരു 3/4 ടീസ്പൂണ് മൈദ ചേർത്തിട്ട് കൊടുക്കണം. കൂടെ തന്നെ നമുക്ക് നല്ലൊരു ക്രിസ്പി കിട്ടാനായിട്ട് 1 ടീസ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കൂടെ തന്നെ 1 ടീസ്പൂൺ സുർക്ക, അതായത് വിനാഗിരിയും കൂടെ നമുക്ക് ചേർത്തിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇനി നല്ലൊരു സോഫ്റ്റ് കിട്ടാനായിട്ട് ലാസ്റ്റ് ഞാൻ 1 ടീസ്പൂണ് തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നത് പോലെ തന്നെയാണ് ഇത് ചെയ്തെടുക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇനി നമ്മൾ ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഫ്രിഡ്ജിലാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഇത് ഒരു 15 മിനിറ്റിന് ശേഷം നമുക്ക് നല്ലൊരു ചീനച്ചട്ടി എടുത്തിട്ട് നന്നായിട്ട് വെളിച്ചെണ്ണയോ ഓയിലോ നമുക്ക് ചേർത്തിട്ട് കൊടുക്കാം. ചൂടൊട്ടും തന്നെ കുറഞ്ഞു പോകരുത്. നല്ല ക്രിസ്പി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്ലെയിം കൂട്ടിയിട്ട് തന്നെ വെക്കാം. പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് വേവിച്ചിട്ടെടുക്കാം. ഒരുപാട് നേരം ലോ ഫ്ലെയിമിലിട്ടിട്ട് തീ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് എണ്ണ കുടിച്ചിട്ട് പോവും. ഒരു മീഡിയത്തിലിട്ട് ആക്കിയിട്ട് വെക്കുക. ഇനി അതുപോലെ ഇതിൽ ടേസ്റ്റ് കിട്ടാനായിട്ട് കുറച്ച് 5-6 വെളുത്തുള്ളി ചേർത്തിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ അതൊന്ന് നന്നായിട്ടൊന്ന് ചേർത്തിട്ട് കൊടുക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ വേവിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റിയെടുക്കാം. ഇനി ഇതിപ്പോൾ നെയ്ച്ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ സാധാ ചോറിൻ്റെ കൂടെയൊക്കെ ആയാലും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടെ തന്നെ ലൈക്കും കൂടി ഒന്ന് ചെയ്തേക്കുക. ഫ്രണ്ട്സിനോ ഫാമിലിക്കോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും. കൂടെ തന്നെ ലൈക്കും കൂടി ഒന്ന് ചെയ്തേക്കുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിയേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അടിപൊളി വ്യത്യസ്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. ആ ഒരു ഇൻഗ്രീഡിയൻസിൽ ഒരു കൂട്ട് വിട്ടു പോയിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കിയിട്ട് പച്ചമുളകും പേസ്റ്റാക്കിയിട്ട് നമുക്ക് അതിലോട്ട് അതും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ മിക്സാക്കി എടുക്കുന്നത് കേട്ടോ. അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണേ.